എല്ലാവരും ജീവിക്കുന്നത് മണ്ടത്തരമാണ്. ഈ വേർവ്യത്യാസങ്ങളൊക്കെ കാണിക്കുന്ന മണ്ടത്തരമാണ്. നമ്മൾ വിദേശികളെ പറയാം എന്ത് മണ്ടത്തരം, ഈ കറുത്ത വർഗ്ഗക്കാർ വെളുത്ത വർഗ്ഗക്കാരെന്നൊക്കെ വേർവ്യത്യാസം കാണിക്കുന്നു അല്ലെ, അടിമയാക്കുക നീഗ്രോകളെ. നമ്മൾ പറയും എന്ത് മണ്ടത്തരമാണ്. പക്ഷെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെ അതിനെക്കാട്ട് വലിയ മണ്ടത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ആത്മീയതയെ പഠിപ്പിക്കുന്ന എന്താണ്, നമുക്ക് ബോധോദയം ഉണ്ടാക്കി തരിക. എന്താ സത്യം? ഒത്തിരി സങ്കീർണം, ഒത്തിരി കുഴപ്പം പിടിച്ച കാര്യമല്ല, വളരെ സാരത്തിലേക്ക് വരിക. അപ്പൊ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണ്, അതാണ് നമ്മൾ സങ്കീർണമാക്കുക, കുഴപ്പം നിറഞ്ഞതാക്കി മാറ്റുക ജീവിതം. ഇപ്പോഴത്തെ സിനിമകളൊക്കെ അങ്ങനെ അല്ലെ, മൊത്തം രക്തം അല്ലെ, അതിൻ്റെ അകത്തെ നായകൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെ കൊല്ലുന്ന ആളായിരിക്കണം അല്ലെ, ഇല്ല ഒത്തിരി മോഷണമൊക്കെ നടത്തുന്ന ആളായിരിക്കും അതിൽ ഹീറോ. അതിനും കഴിവുണ്ടായിരിക്കണം, സ്മാർട്ടായിരിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ഹീറോ ആകണം, രാജാവാകണം എന്ന് വെച്ചാൽ എന്താണ് ആയിത്തീരേണ്ടത്? നമ്മൾ സദോഗുണിയായി മാറണം. സ്നേഹം നിറഞ്ഞവരായാൽ മതി, ശാന്തി നിറഞ്ഞവരായാൽ മതി, സന്തോഷം നിറഞ്ഞവരായാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം എത്തിച്ചേരും. ഇതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അല്ലെ. കാരണം ദുഃഖിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ഈസി, ചുമ്മാ വിഷമിക്കുക, അത് ഇത് ഓർത്ത്. ഇത് എളുപ്പമാണ്. ഒന്ന് സന്തോഷിക്കാൻ ഭയങ്കര പാടാണ്. ശാന്തമായിരിക്കാൻ എന്തോ വലിയ പ്രയാസമാണ്. എവറസ്റ്റ് കയറുന്നവരാണ് ഒരാൾക്ക് ഒരു ദിവസം മുഴുവൻ ഒന്ന് ശാന്തമായിട്ടിരിക്കുക. ഇരിക്കുന്നില്ല ശാന്തമായിട്ട്. ഫുൾ ഡേ സന്തോഷത്തോടെയാണോ ഇന്നിരുന്നത്? ഇന്ന് ഭയം ഒന്നും മനസ്സിൽ വന്നില്ലായിരുന്നോ? വാശിയൊന്നും ഇടയ്ക്കിടയ്ക്ക് വന്നില്ലല്ലോ? വൈരാഗ്യം ഇടയ്ക്ക് വന്നോ? ഈർഷ്യ വന്നോ? മത്സര സ്വഭാവം വന്നോ? നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. ഇതൊന്നും ഇല്ലാതെ എനിക്ക് ഒരു ദിവസം മുഴുവൻ ഇരിക്കാൻ സാധിച്ചെങ്കിൽ പറയാം നമ്മളുടെ മനസ്സ് നല്ല മനസ്സായി, ശുഭമായി, ബുദ്ധി നല്ലതായി, സംസ്കാരവും ദൈവികമായി നമ്മൾ പാസ്സായി, ആത്മീയതയിൽ പാസ്സായി അല്ലെ. അപ്പൊ ആത്മീയത വെച്ചാൽ വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല അല്ലെ. നമ്മൾ പറയാം 60 വയസ്സ് കഴിഞ്ഞ ആത്മീയ ജീവിതം നയിക്കാം എന്ന് വെച്ചാൽ ജീവിതത്തിലുള്ള ഭാഗ്യം ഒന്നും എടുത്തില്ല. 60 വയസ്സിന് ശേഷം നമുക്ക് എന്താ കിട്ടാനാണ്? നമുക്ക് വലിയ കൊട്ടാരം കിട്ടിയിട്ടോ ബന്ധുമിത്രാദികളെ കിട്ടിയിട്ടോ ഒന്നും വലിയ പ്രയോജനമില്ല അല്ലെ. മിക്കവരുടെ ജീവിതത്തിൽ നോക്കിയാൽ മതി 60 വയസ്സ് കഴിയുമ്പോഴൊക്കെ ഏകദേശം എല്ലാം ഒന്ന് റെഡി ആകും. കാരണം അപ്പോഴാണ് നല്ലത് ചിന്തിക്കാൻ പഠിച്ചു. അപ്പൊ നല്ല കാലം വരും, അപ്പത്തേനും മരിച്ചു പോകും അല്ലെ. അപ്പൊ ആത്മീയത എന്നത് കുട്ടിക്കാലം തൊട്ടേ എന്താണ് എങ്കിലും ആ കുട്ടി കൊച്ചിലെ നല്ലത് ചിന്തിക്കും, നല്ല രീതി ബുദ്ധി ഉപയോഗിക്കും, നല്ല സ്വഭാവത്തോടുകൂടി ഇരിക്കും. അപ്പൊ കുട്ടിക്കാലം തൊട്ടേ എല്ലാം നല്ലത് ലഭിക്കും. നല്ല ആൾക്കാര് തന്നെ വരും അവരുടെ ജീവിതത്തിലേക്ക്. സമ്പത്തൊക്കെ വരാൻ തുടങ്ങും, ഉയർന്ന പദവികൾ കിട്ടാൻ തുടങ്ങും.